Assalamu alaikum and welcome back to yet another brand new episode of Being You. So ഇന്നത്തെ vlog is extra energetic, extra happy കാരണം നിങ്ങൾ thumbnail കണ്ടിട്ടുണ്ടാവും. This is gonna be a packing vlog. അപ്പം എങ്ങോട്ടേക്കാണ് ഒരുക്കി കെട്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ we are going to Malaysia. അപ്പൊ ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് എന്ന് പറയുന്നത് കുറെ കാലം ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രിപ്പാണ്. ഇപ്പോഴാണ് പോസിബിൾ ആയത്. ആൻഡ് ദിസ് ഇസ് ഗോണ ബി മൈ ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ട്രിപ്പ് ആൻഡ് ഓൾസോ ഐ എം വെരി ഹാപ്പി. എൻ്റെ ഉമ്മാനെയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. സോ യാ, അപ്പൊ നമ്മൾ ഒരുപാട് കാലം ഏർണിങ്സ് ഒക്കെ സേവ് ചെയ്ത് പോകുന്നൊരു ട്രിപ്പാണ്. വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഇന്ന് എന്താ പറയാ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. സോ ഐ തോട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഒക്കെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. സോ ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യുവർ നെക്സ്റ്റ് ട്രിപ്പ്. ഓക്കെ ഗൈസ്, സോ ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിനൊക്കെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ഓക്കെ, സോ ഞാൻ അധികം പറഞ്ഞില്ല, ഘടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് മലേഷ്യയിലോട്ടാണ് ആൻഡ് ഇറ്റ്സ് എ 4-day ട്രിപ്പ്. സോ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് എടുക്കുന്നത്. പക്ഷെ എന്തായാലും ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിനെ കൊണ്ട് ഐ ഹാവ് ടു ഓവർ പാക്ക്. സോ അതുകൊണ്ട് ആകെ 7 kgs ഒരാൾക്ക് പറ്റുള്ളൂ. എക്സ്ട്രാ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ പേയ്മെന്റ് ചെയ്യണം. ആൻഡ് അത് എനിക്ക് പോസിബിൾ അല്ല, ബിക്കോസ് ഓൾറെഡി ഞാനിപ്പോൾ വാരി വലിച്ച് ഷോപ്പ് ചെയ്ത് ഒരുപാട് പൈസ പൊട്ടിച്ചിരിക്കുകയാണ്. സോ ഐ ഡോണ്ട് ഹാവ് മണി. അതുകൊണ്ട് ഉമ്മ ഉള്ളതാണ് ആൾക്കുള്ളൊരു സമാധാനം. ഉമ്മക്കും ഒരു 7 കിലോ കൊണ്ടുപോകാൻ ഉള്ളതുകൊണ്ട് ഷി വിൽ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് തിങ്സ് ഓൺലി. സോ അതിലേക്ക് കുറച്ച് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി നോട്ട് ലൈക്ക് 7 kgs എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യാം എന്നുള്ളതല്ല, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഐറ്റംസ് ഒക്കെ എങ്ങനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് പാക്ക് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ആൻഡ് വി ആർ ഓൾസോ ഹാവിങ് അതർ ഗേൾസ് വിത്ത് മീ. ലൈക്ക് അവരും അവരുടെ ഉമ്മമാരെ കൊണ്ടുവരുന്നുണ്ട്. വി ആർ ഓൾമോസ്റ്റ് ഒരു 6 to 7 members ഇൻ ടോട്ടൽ. സോ ഒരു ജോളി ഗേൾസ് ട്രിപ്പ് എന്ന് വേണമെങ്കിലും പറയാം. വാട്ട് ഇഫ് മോംസ് ഉണ്ടെങ്കിൽ ദേ ഓൾസോ നീഡ് ഫൺ, റൈറ്റ്? സോ എല്ലാവരെയും കൊണ്ടിട്ട് നമ്മളൊരു ഗേൾസ് ട്രിപ്പ് തന്നെയാണ് പോകുന്നത്. ഐ ഹോപ്പ് യു ഓൾ വിൽ എൻജോയ് ഇറ്റ്. അപ്പൊ ട്രിപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. കാരണം മോസ്റ്റ്ലി ഞാൻ ഈ വീഡിയോ പോയി വന്നിട്ട് അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പം അതിന്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും ടൈം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ ഈ ഒരു ട്രിപ്പിന് ഹെൽപ്പ് ചെയ്യുന്നത് കൻവിക ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ട്രാവൽസ് ആണ് കേട്ടോ. സോ അവരുടെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഹു ആർ പ്ലാനിങ് ദ നെക്സ്റ്റ് ട്രിപ്പ്. സോ യാ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൃത്തിക്കൊരു പാക്കിംഗ് ലിസ്റ്റ് ഉണ്ടാക്കണം. ലൈക്ക് എന്തൊക്കെ കൊണ്ടുപോകണം. അത് ഏറ്റവും നല്ലത് കാറ്റഗറി വൈസ് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഡ്രസ്സസ് ഏതൊക്കെയാണ്, ടോയ്ലറ്ററീസ് എന്തൊക്കെയാണ്, ഗാഡ്ജറ്റ്സ് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. പിന്നെ അടുത്ത പണി നമുക്ക് വെതർ ചെക്ക് ചെയ്യണം. നമ്മൾ പോകുന്ന സ്ഥലത്തെ വെതർ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഔട്ട്ഫിറ്റ്സ് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മലേഷ്യയിൽ ഇപ്പം 29 degrees ആണ് കാണിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് ക്ലൗഡി ആണ്. സോ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ക്ലോത്ത്സ് എടുത്താൽ മതി. അങ്ങനെ വിന്റർ ടൈപ്പ് ക്ലോത്ത്സ് ഒന്നും കരുതേണ്ട ആവശ്യമില്ല. സോ നമ്മൾ അതിനനുസരിച്ച് വേണം ഔട്ട്ഫിറ്റ്സ് എടുക്കാൻ. ഞാൻ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആൻഡ് സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആദ്യമേ ഒന്ന് സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കി. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മിസ്സിങ് വരാൻ പാടില്ലല്ലോ. പിന്നെ ഓൾവേസ് ട്രൈ യൂസിങ് ഓർഗനൈസർ ബാഗ്സ് ഫോർ പാക്കിംഗ്. സോ ഗൈസ്, ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ച കുറച്ച് ഓർഗനൈസേഴ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിലാണ് നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റാക്ക് ചെയ്തുകൊണ്ട് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 7 to 8 ബാഗ്സോളം ഉണ്ട്. ഞാനത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. 649 rupees എന്തോ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. കാരണം ഇതൊരു യൂസ്ഫുൾ സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടാ. നമുക്ക് ഇതിനകത്ത് ഷൂ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്ററീസ് കീപ്പ് ചെയ്യാനുള്ള ബാഗ് ഉണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ മേക്കപ്പ്, അതുപോലെ സ്കിൻ കെയർ, അങ്ങനെ കുറെ പൗച്ചസ് ആണ് കേട്ടോ വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള 4 ബാഗ്സ്. അങ്ങനെ കുറച്ച് ബാഗ്സ് ആണ് ഇതിൽ വരുന്നത്. എന്തായാലും നമുക്ക് ഇതിലൊക്കെ ആയിട്ട് അങ്ങ് പാക്ക് ചെയ്യാം. ഓക്കെ, സോ യാ. പിന്നെ എന്തായാലും നമ്മൾ കരുതേണ്ട മറ്റൊരു ട്രാവൽ എസെൻഷ്യൽ ആണ് ഇങ്ങനെയുള്ള ക്യാപ്സോ അല്ലെങ്കിൽ ഹാറ്റൊക്കെ പോലെയുള്ള സാധനങ്ങൾ. കാരണം നമ്മൾ സൺസ്ക്രീൻ ഒക്കെ കൊണ്ടുപോകും. പക്ഷെ സൺസ്ക്രീൻ കൊണ്ടുപോയാലും അത്രയും എക്സ്ട്രീം കണ്ടീഷനൊക്കെ ഉള്ള ക്ലൈമറ്റ് ആണെങ്കിൽ അത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല. സോ എന്തെങ്കിലും ഒരു ഷോളോ സ്കാർഫോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹാറ്റ്സോ നമ്മൾ എന്തായാലും കരുതണം. പിന്നെ ഞാൻ ആകെ കൂടെ എടുക്കുന്നത് ഈ 2 ചെരുപ്പാണ്. ഒരു ഫ്ലാറ്റ്സ് എടുക്കുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ
പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷൂ ആണ് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഷൂസും ഒക്കെ ഷൂ ബാഗ്സിൽ തന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു എക്സ്ട്രാ ബാഗ് ലോണ്ട്രിക്കായിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ ഒരുപാട് മേക്കപ്പ് ഒന്നും നമ്മൾ കൊണ്ടുവരരുത്. നമ്മൾ ദിവസം ഒരേ മേക്കപ്പ് റുട്ടീൻ തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് ആ ഒരു റുട്ടീനിലേക്ക് പോകുന്ന മേക്കപ്പ് ഐറ്റംസ് മാത്രം നിങ്ങളൊരു ഓർഗനൈസർ പൗച്ചിലാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് ഐറ്റംസ് ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 7 kg സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയുള്ള ബൺസ് അതുപോലെ പിൻ ഇങ്ങനെയൊക്കെയുള്ളത് കുട്ടി കുട്ടി ബോക്സസിലാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. അതാകുമ്പം ഹാൻഡിയും ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് എടുക്കാനും കിട്ടും. ഇനി ഈ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ അടുത്ത് ഒരുപാട് വലിയ വലിയ കുപ്പികളിലായിരിക്കും ഫേസ് വാഷ്, സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിൻ്റെയൊക്കെ മിനി വേർഷൻസ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ മിനി വേർഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ കുട്ടി ട്രാവൽ സൈസ് ബോട്ടിൽസ് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് നിങ്ങൾക്ക് ഇത്ര ദിവസത്തിന് മാത്രം ആവശ്യമുള്ള പ്രോഡക്ട്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പണി ചെയ്താൽ മതി, ഇങ്ങനെയുള്ള മിനി വേർഷൻസ് എല്ലാ പ്രോഡക്ട്സിൻ്റെയും അത്യാവശ്യം എല്ലാ പ്രോഡക്ട്സിൻ്റെയും വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതാ എൻ്റെ മിസെല്ലാർ വാട്ടറൊക്കെ ചെറിയ ബോട്ടിലിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. കാരണം വലിയ കുപ്പി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരുപാട് സ്പേസ് എടുക്കുന്ന കാര്യമാണ്. സോ അത് പോസിബിൾ അല്ല. ഇനി നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡി കിറ്റ്, അതായത് ഒരു എമർജൻസി മെഡി കിറ്റ് പ്രിപ്പയർ ചെയ്യണം. എൻ്റെ അടുത്ത് ഇപ്പോൾ അധികം മെഡിസിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പെയിൻ കില്ലേഴ്സും അതുപോലെ തന്നെ കുറച്ച് ബാൻഡേഡ്സും കരുതുന്നുണ്ട്. ബട്ട് ഇതും അല്ല കേട്ടോ, നമുക്ക് ഫുഡ് പോയ്സണിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻസ് നിങ്ങൾ കരുതുക. ഇനി അടുത്തത് ടോയ്ലറ്ററീസ്, അതായത് നമ്മൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ഡിഫറെൻറ്റ് പൗച്ചിലേക്ക് ആക്കി വെക്കാൻ നോക്കുക. അത് ബാക്കി കാര്യങ്ങളുടെ കൂടെ മിക്സ് ആയി പോകണ്ട, കാരണം നനയുന്ന സാധനങ്ങളാണല്ലോ. പിന്നെ ഇനി നമ്മൾ നേരത്തെ ഔട്ട്ഫിറ്റ്സ് പ്ലാൻ ചെയ്ത പോലെ തന്നെ ഓരോ ഔട്ട്ഫിറ്റ്സിനും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന ജ്വല്ലറീസും നമ്മൾ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ജ്വല്ലറീസ് ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അതിന് നമ്മൾ ഇതേപോലൊരു ട്രാവൽ സൈസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ഓർഗനൈസർ ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും. സോ അതാവുമ്പം എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. കുട്ടി കുട്ടി സാധനങ്ങളാവുമ്പം എവിടെയും പോകുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇനി അടുത്തത് നമ്മൾ ചാർജർ, ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സിൻ്റെ സാധനങ്ങൾ, വയേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിക്കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഒരുമിച്ച് എല്ലാത്തിൻ്റെയും കൂടെ ഇടുന്ന സമയത്ത്. സോ അതിനൊരു ഡിഫറെൻറ്റ് പൗച്ച് എപ്പോഴും ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ എൻ്റെ എല്ലാ ചാർജേഴ്സും അതുപോലെ തന്നെ മൈക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പൗച്ചിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി എല്ലാം കഴിഞ്ഞുള്ള ഒരു ഫൈനൽ ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ലേ ഔട്ട് പോലെ ഒന്ന് വെച്ച് നോക്കുക. ഒരു ലാസ്റ്റ് ടൈം ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ടോ, എല്ലാം എടുത്തു വെച്ചോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് നമ്മുടെ കണ്ണിന് ബോധ്യപ്പെട്ടതിന് ശേഷം നമ്മൾ ഏറ്റവും ചെറുതാക്കി അല്ലെങ്കിൽ ഏറ്റവും ചെറിയ സൈസിൽ മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ക്ലോത്ത്സ് എല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുക കേട്ടോ. ഈ ഒരു മെത്തേഡിന് എന്തോ ഒരു പേരുണ്ട്, അതെനിക്ക് മറന്നുപോയി. സോ അങ്ങനെ എല്ലാ ക്ലോത്ത്സും ഞാനങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഓർഗനൈസർ, അതായത് ക്ലോത്ത്സിൻ്റെ ഓർഗനൈസർ ബാഗിലോട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള അടുത്ത പണി ഇതെല്ലാം നമ്മൾ ഈ ഒരു ട്രോളിക്കകത്ത് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസർ ബാഗ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് എന്താ പറയുക വേസ്റ്റ് ആവാതെ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാതും ഇങ്ങനെ ഒതുക്കി ഒതുക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ടോയ്ലറ്ററീസ് എടുത്ത് വെക്കുന്നുണ്ട്, മേക്കപ്പ് എടുക്കുന്നുണ്ട്, ആൻഡ് ജ്വല്ലറി സെറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഒരു സെറ്റ് ഓഫ് ഫ്ലാറ്റ്സ് എടുത്ത് വെക്കുന്നുണ്ട്, പിന്നെ ഈ ഒരു ബ്ലോ ബ്രഷും കൂടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുട്ടി ക്രോസ് ബാഗും കൂടി എടുക്കുന്നുണ്ട്, കാരണം ടോട്ട് ബാഗ് വെച്ച് നമ്മൾ എപ്പോഴും അവിടെ നടക്കുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല, അത് കുറച്ച് ഹെവി ആയിരിക്കുമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് ഓൾ ആർ പാക്കിംഗ്. സോ ഗൈസ്, നമ്മളെ പാക്കിംഗ് പരിപാടികളെല്ലാം നല്ല സക്സസ്ഫുൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ്. ഐ ഡോണ്ട് നോ, എന്നാലും കുറേയൊക്കെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പം ഒതുക്കി പാക്ക് ചെയ്യാനുള്ള ടിപ്സും ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, ഫാമിലീസിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. യു ആൾ ഇൻ ദ വീഡിയോ. Until then, stay tuned. I love you all. Thank you for watching. Lots of love.